ഹലോ ഡിവിസി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീണ്ടും ഞങ്ങളുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എന്നെ അറിയാനോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ സ്വന്തം മീനൂട്ടി. അപ്പം ഇനി കുറച്ച് വീഡിയോയിലൂടെ മാത്രമേ നമ്മുടെ മീനൂട്ടി ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെ നാളെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ റീ ഓപ്പണിംഗ് ആയതുകൊണ്ട് പോവുകയാണ്. അപ്പം അതിനു മുമ്പ് ഒരു 1-2 വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതുവരെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റ് ചെയ്യുക. ഇനി അങ്ങോട്ടും തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ അധികം എന്താ പറയാ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സെക്സ് എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്നുള്ളത്, അല്ലെ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും എന്നാൽ പലരും കേൾക്കാത്തതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്ന് പറയുന്നത്. കാരണം ഞാനൊക്കെ എൻ്റെ ഒരു ചെറുപ്പം എന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സെക്സ് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഒരു ടോപ്പിക്കായിരുന്നു. വളരെ കുറച്ച് മാത്രമേ അത് ഡിസ്കസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇന്നെന്ന് പറയുമ്പം കൂടുതലായിട്ടും അതിന്റെ ഒരു പ്രാധാന്യം ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് വരെ, ഇപ്പം ചെറിയ ക്ലാസ്സിൽ നിന്ന് വരെ ഈ സെക്സ് എഡ്യൂക്കേഷന്റെ പ്രൈമറി ലെസൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ നല്ല അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. പിന്നെ അതേ സമയത്ത് തന്നെ എന്തുകൊണ്ട് ഇത് കൂടുതലായിട്ട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ക്രൈമുകളും കൂടുതലായിട്ട് വരുന്നുണ്ട്, അല്ലെ? സെക്ഷൽ അബ്യൂസ് കാര്യങ്ങള്, പിന്നെ അത് കുട്ടികളെന്നോ വലിയവരെന്നോ ഇല്ലാതെ ഇങ്ങനെയുള്ള ക്രൈം റേറ്റ്സും നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഇന്നത്തെ കാലത്ത് അത് പ്രാധാന്യം അർഹിക്കുന്നു. അപ്പം അതുകൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പം ആൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് വൈകാതെ ഈ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഗുഡ് ടച്ച് കാര്യങ്ങൾ, അതുപോലെ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം ലക്ലി ഇന്നത്തെ കുട്ടികളൊക്കെ അതിന് കുറച്ചുകൂടെ അവയർനെസ് ഉള്ളതാണ്. അത് ഞാൻ കൂടുതലായിട്ടും ഞാൻ മനസ്സിലാക്കിയത്, ഞാനിത് മീനൂട്ടിയെ പഠിപ്പിക്കാം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് ഓർത്തിട്ട് ഞാൻ മീനൂട്ടിയോട് ചോദിച്ചപ്പം ആൾക്ക് കുറെ ഒരു ധാരണ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ഈ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് ബാഡ് ടച്ച് എന്നൊക്കെ ആള് നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ കാണുമല്ലോ, പ്രത്യേകിച്ച് മീനൂട്ടിയും കൂടി ഉള്ളതുകൊണ്ട് ചെറിയ കുട്ടികൾ കൂടി ഈ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ലൈക്കും കമന്റും ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ചെറിയ കുട്ടികളെ, പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ ആൺകുട്ടികളെന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സെക്ഷൽ അബ്യൂസസ് ഒക്കെ നേരിടുന്ന എല്ലാ ജെൻഡറിലുള്ള ആൾക്കാരും ഇത് നേരിടുന്നുണ്ട്. അതിൽ വലിപ്പ ചെറുപ്പം ഇല്ല, കുട്ടികളെന്നോ പ്രായമായവരെന്നോ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ ഒന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഒത്തിരി ഉണ്ട്. ഒരുപാട് ന്യൂസ് ഇതിനെപ്പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു അവയർനെസ് ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, ആദ്യം തന്നെ ചോദിക്കാം, എന്താണ് ഗുഡ് ടച്ച് എന്നുള്ളത് അറിയാമോ? അത് കഴിഞ്ഞിട്ടല്ലേ ബാഡ് ടച്ച് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണേണ്ടത്, അല്ലെ? അപ്പം ടച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഏതൊരു മനുഷ്യനും വളരെ കംഫർട്ട് തരുന്ന, അല്ലെ, അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ടച്ച്. അത് എന്താ പറയാ, നമ്മൾ ബാഡ് ടച്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ടച്ച്, അല്ലെങ്കിൽ ഗുഡ് ടച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് എന്താണെന്ന് അറിയുമെന്ന് നമുക്ക് മീനൂട്ടിയോട് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പൊ മീനൂട്ടി പറയൂ, എന്താണ് ഗുഡ് ടച്ച്? മീനൂട്ടിക്ക് അറിയാമോ? നല്ലത്, ഉറക്കെ പറയണം കേട്ടോ. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞേ. നമ്മളെ കയ്യിലൊക്കെ തൊടാം, തലയിൽ തൊടാം. ആര് തൊടുന്നത് മീനൂട്ടിയെ? അച്ഛനും അമ്മയും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ സ്നേഹത്തോടെ തൊടുന്നതെല്ലാം നമുക്ക് ഗുഡ് ടച്ചിൽ പെടും. ഓക്കെ, അപ്പൊ നമ്മൾ സ്നേഹത്തോടെ അമ്മ തൊട്ടാലും അച്ഛൻ തൊട്ടാലും ഒക്കെ അത് ഗുഡ് ടച്ച് ആവും, അല്ലെ? എന്നാലും ഈവൻ അമ്മയും അച്ഛനും ആണെങ്കിലും ഏതൊക്കെ സ്ഥലത്ത് തൊടുന്നതായിരിക്കും നല്ലത്? ഇവിടെ തൊടാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം പറയണം, കയ്യിൽ, അല്ലെ? പിന്നെയോ നമ്മളെ തല ഓടുന്നത്, അല്ലെ? ചിലപ്പോ നമുക്ക് സ്നേഹത്തോടെ ഉമ്മ തരും, കവിളിലൊക്കെ ഉമ്മ തരും. ഇതൊക്കെ നമുക്ക് എന്തിൽ പെടുത്താം? മുഖത്ത് തൊടാൻ പറ്റും. മുഖത്ത് തൊടാം. ഇതൊക്കെ നമുക്ക് കാല് പിടിക്കാം, അല്ലെ? പിന്നെ എന്തൊക്കെയാണ് ഗുഡ് ടച്ച്? വേറെ എന്തൊക്കെയാണ്? കാതിൽ തൊടാം.
എന്താ കഴുത്തി തൊടാം. കഴുത്തിൽ ആ ഓക്കെ ഓക്കെ. ഇതൊക്കെ നമുക്ക് ഗുഡ് ടച്ച് ആയിട്ട് പെടുത്താം. പക്ഷേ ഗുഡ് ടച്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ നമ്മൾ ശരിയായി സ്നേഹിക്കുന്ന ആൾക്കാർ തൊടുമ്പോൾ അറിയാം അല്ലേ. ഇത് തന്നെ നമുക്ക് ബാഡ് ടച്ചിലോട്ട് വരുമ്പം ഈവൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ എന്ത് ചെയ്യാം, ബാഡ് ടച്ച് ആയിട്ടും നമ്മളെ സമീപിക്കും അല്ലേ. എപ്പോഴും നമ്മൾ എന്താ പറയാ സ്നേഹത്തോടെ മാത്രം. ഇനി ഇന്നത്തെ ഒരു കാലത്തൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് അല്ലേ. ഈവൻ അച്ഛനാണേലും അമ്മയാണേലും ഒക്കെ കാലം മാറിയിട്ടുണ്ട്. എല്ലാവരുടെയും കേസല്ല, പക്ഷെ ഒരുപാട് ന്യൂസ് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള സോഷ്യൽ മീഡിയസിലൊക്കെ സ്പ്രെഡ് ആവുന്ന ഒരുപാട് ന്യൂസിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ഇങ്ങനെ എന്താ പറയാ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ അച്ഛനും അമ്മയാണെങ്കിൽ കൂടെ അത് ഗുഡ് ടച്ച് ആണ് എന്നുള്ളത് നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പഠിക്കണം. അത് ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തൊട്ട് തന്നെ പഠിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പം ഗുഡ് ടച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരു ചെറിയ കുട്ടിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് ഏകദേശം അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലോട്ട് നമ്മൾ കിടക്കുകയാണ്, അതായത് ബാഡ് ടച്ച് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ബാഡ് ടച്ച് എന്താണെന്ന് നമുക്ക് മീനുട്ടിയോട് തന്നെ ചോദിക്കാം. മീനുട്ടി പറ, ബാഡ് ടച്ച് എന്തൊക്കെയാണ്? ബാഡ് ടച്ച് ഇവിടെ തൊടാൻ പാടില്ല. അവിടെ തൊടാൻ പാടില്ല. ഇവിടെ തൊടാനും പാടില്ലേ. ഇവിടെ തൊടാനും. ഇവിടെ എന്ന് വെച്ചാൽ എണീറ്റ് കാണിക്കണം. തൊടാൻ പാടില്ല. നമ്മുടെ കാൽ ബിറ്റ്വീൻ ദ ലെഗ്സ് അല്ലേ. പിന്നെ എന്താ പുറകില് തൊടാൻ പാടില്ല. പിന്നെ ഇവിടെയും തൊടാൻ പാടരുത്. നമ്മുടെ ചെസ്റ്റില്. വെരി ഗുഡ്. പിന്നെയോ ഇവിടെയും തൊടാൻ പാടരുത്. ഇവിടെ എന്ന് പറയുമ്പോ അവർക്ക് ഒന്നും കാണത്തില്ല. ഓക്കെ, നമ്മുടെ കാലിത്തൊടയില് മീനുട്ടി ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ബിറ്റ്വീൻ ദ ലെഗ്സ് അല്ലെ, കാലുകളുടെ അവിടെ തൊടാൻ പാടില്ല. പിന്നെയോ പിന്നെ നമ്മുടെ കഴുത്തിന്റെ ഇങ്ങനെ തൊടാൻ പാടരുത്. ആവശ്യമില്ലാതെ എവിടെയും നമ്മുടെ ദേഹത്ത് തൊടരുത്. പക്ഷെ പ്രധാനമായിട്ടും വേറൊരു കാര്യം മീനുട്ടി മറന്നു, നമ്മുടെ മുഖത്ത്. എവിടെയാ? നമ്മുടെ ലിപ്സില് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ടും നമ്മൾ ബാഡ് ടച്ചിന്റെ ഒരു ലെസൺസ് പഠിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം. എന്റെ അമ്മ അങ്ങനെ ചെയ്യുന്നുണ്ട്. എങ്ങനെ? അമ്മ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അമ്മയുടെ മോളല്ലേ, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പം മെയിൻ ആയിട്ട് നമുക്ക് ഇതിന്റെ ഞാനൊരു പ്രാവശ്യം മീനുട്ടിയോട് ഇങ്ങനെ ഒരു ചിത്രം വരപ്പിച്ചു കേട്ടോ. മീനുട്ടി എന്നെ ചിത്രം വരച്ചു ഈ ബാഡ് ടച്ചിന്റെ കാര്യം പറഞ്ഞപ്പം. ആ ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത മീനുട്ടി ഓക്കെ, കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും. ഇങ്ങോട്ട് വെച്ച് കാണിച്ചു കൊടുക്കാം. അപ്പം ഇതാണ് കേട്ടോ ആ ഒരു ബാഡ് ടച്ചിന്റെ. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം, ഇത് ക്ലിയർ ആയിരിക്കില്ല, മിറർ ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ എവിടേക്കാണുള്ളത്? ലിപ്സിലുണ്ട് ഫസ്റ്റ്, ഇവിടെ ചെസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ കാലുകൾക്കിടയിൽ അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ലെഗ്സ് അല്ലേ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ബാഡ് ടച്ച് ആയിട്ട്. പിന്നെയെന്ന് പറയുമ്പം ഇത് മാത്രമല്ല, നമ്മൾക്ക് ഇപ്പൊ ചിലപ്പം നമ്മളുടെ ഷോൾഡറിലായിരിക്കും ഒരാള്, ഇപ്പൊ ഒരു സ്ട്രേഞ്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫാമിലി തന്നെയുള്ള ആൾക്കാരായിക്കോട്ടെ, ഒരുപാട് കുട്ടികൾ ഇതുപോലെ എന്താ പറയാ നേരത്തെ ഇതുപോലെയുള്ള ബാഡ് ടച്ചും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ആണെങ്കിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം അത് എത്രത്തോളം സ്നേഹത്തോടെയാണ്, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ളത് അത് മനസ്സിലാക്കണം. ഇനി കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ്, അവർ വളരെ നിഷ്കളങ്കരാണ്, അവർക്ക് അറിയാറാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മുതിർന്നവർ, പാരന്റ്സ് ആണെങ്കിലും, ഇനി അതല്ല ടീച്ചേഴ്സ് ആണെങ്കിലും, ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പരിചയത്തിൽ ഏതൊരു കുട്ടികളുണ്ടെങ്കിലും നിങ്ങൾ ആ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ബാഡ് ടച്ചിനെ കുറിച്ചിട്ട്. പിന്നെ നമ്മൾ വിചാരിക്കും, മീനുട്ടി തന്നെ പറഞ്ഞു അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇതുപോലെ സ്നേഹത്തോടെ തൊടാറുണ്ട്, തലോടാറുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ഈവൺ അത് ആര് തന്നെയാണെങ്കിലും, ഞാനത് എപ്പോഴും പറയും, ഈവൺ മീനുട്ടിയോട് കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ചാച്ചനാണെങ്കിലും ഏതൊരു അങ്കിളാണെങ്കിലും കുട്ടികൾ അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണല്ലേ. അവർ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ്, അവരെല്ലാവരെയും വിശ്വസിക്കും. നമ്മളും ഒക്കെ ആ സ്റ്റേജ് കഴിഞ്ഞ് വന്നവരാണ്. ഒരു മിഠായി തന്നാൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടും, നമ്മൾ വിശ്വസിക്കും.
അതുപോലെ പെട്ടെന്ന് തന്നെ നമ്മളെ അവർ യൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയും, ഈവൻ മീനുട്ടിയോടും പറഞ്ഞിട്ടുണ്ട്, അച്ഛനാണെങ്കിൽ പോലും അത് എങ്ങനെയാണ് എവിടെയാണ് ആവശ്യമില്ലാത്തടത്താണ് ബാഡ് ടച്ച് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന് നോ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താണ് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കാം കേട്ടോ. അപ്പം എങ്ങനെയാണ് അത് മീനുട്ടി ഫേസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മീനുട്ടിനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു അങ്കിള്, പരിചയമുള്ള ഒരു അങ്കിളോ അല്ലെങ്കിൽ ആരെങ്കിലും മീനുട്ടിക്ക് ബാഡ് ടച്ച് ചെയ്തു കഴിഞ്ഞാൽ മീനുട്ടി എന്താ ചെയ്യാ? ആ, വെരി ഗുഡ്, നോ എന്ന് പറയും അല്ലെ. ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യേണ്ടത്. പറ്റില്ല അല്ലെ, അവിടെ തൊടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആര് തന്നെയാണെങ്കിലും അങ്ങനെ എന്നെ ആവശ്യമില്ലാതെ തൊടരുതെന്ന് പറയണം. എന്നിട്ട് അവര് കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അടിക്കും. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ എന്താ പറയാ, അവരെ ശാരീരികമായിട്ട് ഫിസിക്കലി അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മീനുട്ടി ചെറിയ കുട്ടിയല്ലേ, ചിലപ്പോൾ മീനുട്ടിക്ക് അത് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പറ്റും. ഓക്കെ, ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഒരു പക്ഷെ അത് പറ്റിയില്ലെങ്കിൽ മീനുട്ടി ആരോട് പറയൂ അത് പോയിട്ട്? അച്ഛനോടും അമ്മയോടും അച്ഛനോടും ഒക്കെ പറയും. വെരി ഗുഡ്. അച്ഛനോടും അമ്മയോടും അച്ചാച്ചനോടും ഒക്കെ പറയും അല്ലേ. ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അവർ അതിന് വേണ്ട ആക്ഷൻസ് എടുക്കും അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മീനുട്ടിക്ക് എങ്ങനെ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഫേസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പം അത് തന്നെ വലിയ കാര്യമാണ്. അത് ഇതുപോലെ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികൾക്കും അത് ഉണ്ടാവട്ടെ. അപ്പം അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങള്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, പിന്നെ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതാണ്. ഗുഡ് ടച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹത്തോടെയുള്ള നമ്മുടെ തലോടലാവാം. നമുക്കത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എല്ലാ മനുഷ്യനും അല്ലെ. നമ്മുടെ നിലനിൽപ്പിന് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് സ്നേഹം, സ്നേഹപ്രകടനം ഒക്കെ. ഓക്കെ, പക്ഷെ അത് എപ്പോഴാണ് ബാഡ് ടച്ച് ആവുന്നെന്നുള്ളതും അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ നമുക്ക് അറിയണം, മനസ്സിലാക്കണം. ഓക്കെ, ബാഡ് ടച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൻ ആയിട്ടും ലിപ്സ്, പിന്നെ നമ്മുടെ ചെസ്റ്റ്, പിന്നെ ബിറ്റ്വീൻ ലെഗ്സ്, നമ്മുടെ ചുണ്ടുകളിൽ, അതേപോലെ നമ്മുടെ മാറില്, അതേപോലെ നമ്മുടെ കാലുകൾക്ക് ഇടയിൽ, ഇത്രയും ഭാഗത്ത് നമ്മുടെ അനുവാദമില്ലാതെ ആവശ്യമില്ലാതെ ഒരാളും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആര് തന്നെ ആയിക്കോട്ടെ, നമ്മൾ അതിന് പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എന്താ പറയാ, അത് എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാണ്, അവർക്ക് എന്താ പറയാ പഠിച്ചു വരുന്നേ ഉള്ളൂ. അയ്യോ, അത് ഞാൻ കയ്യിലല്ലേ പിടിച്ചേ, കയ്യിലല്ലേ. അയ്യോ സോറി. ഓക്കെ, അപ്പം അതെങ്ങനെ ഫേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നോ പറയാൻ പഠിപ്പിക്കുക പിള്ളേരെ. എന്ത് കാര്യത്തിൽ തന്നെയാണെങ്കിലും നോ പറയേണ്ട അടുത്ത് നോ പറയാൻ പഠിപ്പിക്കുക. ഇനി അതല്ല അവർക്ക് പറ്റുന്ന രീതിയിൽ അത് എന്താ പറയാ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ ആയിട്ട് ശ്രമിക്കുക. പിന്നെ അതല്ല അങ്ങനത്തെ എല്ലാ കേസിലും അത് പോസിബിൾ അല്ല. അങ്ങനെയാകുമ്പോൾ മുതിർന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക. അതിപ്പം അച്ഛനോ അമ്മയോ വീട്ടിൽ ആരാണോ ഉള്ളത് അവരോട് അത് കൺവേ ചെയ്യുക. അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. പിന്നെ ഇതൊന്നും കൂടാണ്ട് നമുക്ക് ഒരുപാട് കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ ചൈൽഡ് കെയറിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹെൽപ്പ് ലൈനും കാര്യങ്ങളും റൂൾസും ഒക്കെ ഇപ്പൊ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസസ് ഒന്നും ആരും എന്താ പറയാ വെറുതെ ഒന്നും രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് തന്നെ കുട്ടികളോടുള്ള ഇതുപോലെയുള്ള പരാക്രമങ്ങളും കാര്യങ്ങളും ഇങ്ങനത്തെ ഇതൊക്കെ മാക്സിമം നിങ്ങൾ എന്താ പറയാ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ഇൻസിഡൻസ്, അതായത് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബാഡ് ടച്ചിലൂടെയൊക്കെ വരുന്ന ഓരോരോ അനുഭവങ്ങൾ, അവരുടെ വിഷമങ്ങളൊക്കെ ലൈഫ് ലോങ് അയാളുടെ ക്യാരക്ടറിനെയും അയാളുടെ ഒരു ഗ്രോത്തിനെയും ബാധിക്കുന്നതാണ് സൈക്കോളജിക്കലി. അപ്പം അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ കുട്ടികളെ അങ്ങനത്തെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ രക്ഷിക്കുക. ഇതുപോലെയുള്ള മാക്സിമം എന്താ പറയാ അവയർനെസ് അവർക്ക് കൊടുക്കുക. നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുക. ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ സ്മാർട്ടാണ്. എന്താ നമ്മളെ ചെറുപ്പത്തിലെ പോലെയല്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അവർ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യും. അപ്പം എന്താ പറയാ ഇതെല്ലാം നിങ്ങൾക്ക് അവരിലേക്ക് എത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ.